എന്തിനാണ് 5 വക്ത് നമസ്കാരം? നമ്മളൊരു മുസ്ലിമാണ് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ മാത്രമാണോ? അല്ലെങ്കിൽ നമ്മളുടെ കേവലം യാന്ത്രികമായ ഒരു നിൽക്കലും ഇരിക്കലും ഇതൊക്കെ അള്ളാഹുവിന് കണ്ട് ബോധ്യപ്പെടാനാണോ നമസ്കാരം? സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, ഞങ്ങൾക്കറിയില്ല നബിയെ. എന്തിനാണ് നമസ്കാരം എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പുഴയിൽ 5 നേരം കുളിക്കുന്നുണ്ട് എന്നും വിചാരിക്കുക. അങ്ങനെ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാകുമോ? അവരൊന്നടങ്കം പറഞ്ഞു, ബലാ, ഇല്ല നബിയെ, ഞങ്ങൾ വളരെ വൃത്തിയുള്ളവരായിരിക്കും. എങ്കിൽ അതുപോലെയാണ് സഹാബത്തെ നിങ്ങളുടെ നമസ്കാരം. 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പകയൊന്ന മാലിന്യമുണ്ടാകാൻ പാടില്ല. അഹന്തയോ അഹങ്കാരമോ പൊങ്ങച്ചമോ പുച്ഛമോ ഏഷണിയോ പരദൂഷണമോ കുതന്ത്രമോ കുത്തുവാക്കുകളോ ഉണ്ടാകാൻ പാടില്ല. ഒരു നമസ്കാരത്തിന് ശേഷവും ഒരു 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ആ നമസ്കാരത്തിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു ഇബാദത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മനസ്സമാധാനം നൽകണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. ഒരാൾ ഉംറ നിർവഹിക്കുമ്പോ ഹജ്ജ് നിർവഹിക്കുമ്പോ അവൻ തിരിച്ചു വരുന്നത് വലത്തുക ഉമ്മഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചത് പോലെയാ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മാലിന്യങ്ങളോ കുറ്റങ്ങളോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഏതൊരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്തും ഇനി കേൾക്കുന്നത് പോലും വെറുതെ രസം പിടിച്ച് കേൾക്കാനാണെങ്കിൽ ഈ ഇരുത്തം പോലും നിങ്ങൾക്ക് അള്ളാന്റെ മുൻപിൽ ചോദ്യം. ഞാൻ ഒരുപാട് വയല് കേട്ടിട്ടുണ്ട്, എനിക്ക് മൂപ്പര വയല് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നാട്ടുകാരോട് പറയാന്നല്ലാതെ അത് ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനവര് സ്വയം തീരുമാനിക്കണം. കേരളത്തിൽ പ്രളയം വന്നപ്പോ വയനാടിന്റെ ചുരങ്ങളിലേക്ക് 80 പൊതിച്ചോറുമായി ആദിവാസികൾക്കിടയിലേക്ക് ഒരു തഹസിൽദാർ പുറപ്പെട്ടു എന്നാണ്. അബ്ദുറഹീം എന്ന തഹസിൽദാരുടെ പേര്. 80 പൊതിച്ചോറുമായിട്ട് നായ്മക്കൾ, അതായത് ചോല നായ്ക്കൾ താമസിക്കുന്ന മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചതിന്റെ മറുഭാഗത്തെ മലമുകളിലേക്ക് അവര് കയറി ചെന്നു. സർക്കാരിൻ്റെതായിരുന്നു ആ 80 പൊതിച്ചോറ്. ആ ചോറിൽ 70 എണ്ണം കൊടുത്തു. ഏകദേശം ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോയവരൊക്കെ വലിയ ക്ഷീണക്കാരാ. കൂടെ പോയ പലരും ഭക്ഷണത്തിലൊന്നും അവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പം കൂട്ടത്ത് പോയ രാഷ്ട്രീയക്കാർ പറഞ്ഞു, റഹീം സാഹിബെ, ഒരു ചോറ് നിങ്ങളും കഴിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഹലാലല്ല, എനിക്കത് ഹലാലല്ല. എനിക്ക് 80,000 രൂപയുടെ മേലെ ശമ്പളം കിട്ടുന്നുണ്ട്, എന്റെ വീട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിശ്ചയിക്കപ്പെട്ട ഭക്ഷണം എനിക്ക് ഹലാലല്ല എന്നാ മനുഷ്യൻ പറയുകയും ആ പൊതിച്ചോറിൽ നിന്ന് ഒരു മണി എന്റെ ശരീരത്തിൽ കയറാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏതൊരു വാക്കും ഏതൊരു ആയത്തും നമ്മളെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയങ്ങൾ പോലും കേൾക്കുന്ന സമയങ്ങൾ പോലും പടച്ച റബ്ബിന്റെ അടുത്ത് വലിയ സങ്കടമായിരിക്കും. ആ തിരിച്ചറിവോടെയാവണം ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രഭാഷണങ്ങളും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വല്ലാത്ത ജീർണതയിലേക്ക്, മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് മാറാൻ പറ്റുമോ, ഇതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന അതിദാരുണമായ വാർത്തകളാണ് ഓരോ ദിനവും പത്രത്തിലൂടെയും അയൽപ്പക്കങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ഒരു ഭാഗത്ത് വിശ്വാസപരമായ തകർച്ച, മറുഭാഗത്ത് സാംസ്കാരികപരമായ തകർച്ച. അല്ലേ? യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മുസ്ലിം പുരോഹിതന്മാര് ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുകയും ഷിർക്കൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന കഥകളെ നമുക്കിന്ന് കേൾക്കാനുള്ളൂ. അതുകൊണ്ട് അങ്ങ് മടവൂരിൽ കിടക്കുന്ന CM മക്കാമിലെ ഷെയ്ഖ് ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും കയ്യൊട്ടി തക്ബീർ വിളിക്കുന്നത് മുസ്ലിങ്ങളാണ്.
ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്നും താങ്ങി നിർത്തി, ഇനി കൊയിലാണ്ടി മുതൽ ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ, അങ്ങ് മടവൂര ചിറ്റടി നീത്തലിൽ ഞങ്ങളെ ഷെയ്ഖുനാന്റെ മക്ബറുണ്ട് ഇന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയുടെ എത്ര വേഗതയിൽ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിട്ടും തീവണ്ടി നീങ്ങാതെ വെപ്രാളപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഗർഭിണികളാകാത്ത പെൺമക്കൾക്ക് പോലും കോഴിക്കാല് കൊടുത്ത് ഗർഭിണി വരുത്തുന്നു എന്നത് മുതൽ ഇപ്പൊ ഈ റമദാനിൽ ലേറ്റസ്റ്റ് മോഡൽ പുതിയ കറാമത്ത് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ റമദാനിലും ആ ഷെയ്ഖ് കബറിന്ന് എഴുന്നേറ്റ് വന്ന് കഞ്ഞും പയറും കുടിക്കും, കൂടെ ഹിളർ നബിയും കൂടെ ജിബിരിയിലും ഉണ്ടാവാറുണ്ട്. ഇത്രത്തോളം അബദ്ധകരമായ ഒരു വിശ്വാസത്തിലേക്ക് ജാറ മക്ബറ വ്യവസായികൾ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോ അറിയാതെ അതിൽ പെട്ടുപോകുന്ന മുസ്ലിം കുടുംബങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ 13 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അപസ്മാരം ബാധിച്ച് ചുഴലി ബാധിച്ച് ശാരീരികമായി വേദന കൊണ്ട് സങ്കടപ്പെടുമ്പോ പലതവണ പെൺകുട്ടി വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഇനി ഒന്നും നിങ്ങൾ ഡോക്ടറെ കാണിക്ക്, ഇനി ഒന്നും നിങ്ങൾ ചികിത്സിക്ക് വാപ്പ. കുടുംബത്തിലുള്ള ഭാര്യമാരും ജ്യേഷ്ഠാനുജത്തിമാരും ഒക്കെ പറഞ്ഞിട്ടും വാപ്പ സമ്മതിച്ചില്ല. അവസാനം പള്ളിയിലേക്കുള്ള ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഉസ്താദ് മന്ത്രി ചൂതിക്കൊടുത്ത ഏലസ് കയ്യിൽ കെട്ടി സ്വന്തം മകളെ കൊലക്കു കൊടുത്തു വാപ്പ. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്ന മകളുടെ മയ്യത്ത് കണ്ട് ആ കുടുംബവും നാടും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാ. നമ്മുടെ കൂട്ടത്തിലില്ലേ? മന്ത്രി ചൂതി കെട്ടുന്നവര്, ഏലസ് കെട്ടുന്നവര്, വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കുന്നവര്, പ്രശ്നപരിഹാരത്തിനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക പ്രയാസത്തിനും ആളറിയാണ്ട് ദർഗയിൽ പോകുന്നവര്, മന്ത്രി ചൂതിയ വെള്ളം കുടിക്കുന്നവര്, ഇല്ലാത്ത അനാചാരങ്ങളുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവര്, വാപ്പാന്റെ ആണ്ട് കഴിക്കുന്നവര്, ഇപ്പോഴും മൗലൂദിന്റെ ഭക്ഷണം കഴിക്കുന്നവര്, ഇതിനൊക്കെ ഇസ്ലാമിൽ എന്താ തെളിവ്? വാപ്പാര് ചെയ്തു, കാക്കക്കാരണവന്മാര് ചെയ്തു, അല്ലാതെ എന്തെങ്കിലും തെളിവ് ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന്റെ തിരുദൂതൻ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ തുടർന്ന് അങ്ങോട്ട് 76 വയസ്സ് വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ള വഫാത്താകുമ്പോ ആയിഷ ബീവിന്റെ വയസ്സ് 17 വയസ്സാണ്. 17 വയസ്സിന് ശേഷം 76 വയസ്സ് വരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു. ഈ 50 കൊല്ലത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ളാന്റെ ആണ്ട് ആയിഷ ബീവി കഴിച്ചോ? റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട മക്കൾ കഴിച്ചോ? ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ സഹാബത്ത് തയ്യാറായോ? അതൊന്നും ചോദ്യമല്ല. ഞാളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കക്കാരണവന്മാരും ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. വിശ്വാസത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോ അത് തിരുത്താനാ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. പാരമ്പര്യം പറഞ്ഞാലും പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടില്ലെന്നും നാളെ റബ്ബിന്റെ ഖബറിലേക്ക് ചേർത്ത് കിടക്കുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണമെങ്കിൽ ഞാൻ അനുസരിച്ചതും ജീവിതത്തിൽ പകർത്തിയതും എന്റെ ഇസ്ലാമാണ് റബ്ബേ എന്ന് പറയണമെങ്കിൽ ഇസ്ലാം മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇസ്ലാം പഠിപ്പിച്ചതാവണം. ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പഠിച്ച ഒരു വാക്കുണ്ട്, നമ്മളെയൊക്കെ ഖബർ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു പക്ഷേ തൊട്ട് താഴത്തെ പറമ്പില് കിടച്ചുവെച്ച കുഴിച്ചുവെച്ച ഒരു ഖബർ എനിക്കല്ല എന്ന് പറയാൻ ഈ കൂട്ടത്തിൽ ഒരാൾക്കും പറ്റൂല. അത്രയേറെ എളുപ്പത്തിലാ അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുവന്ന്. ഞാൻ പറയാറുണ്ട്, നമ്മളെ എല്ലാ കുതിരകളിയും നമ്മളെ എല്ലാ പവറും അവസാനിക്കണേ ഒരൊറ്റ മിനിറ്റ് അള്ളാന്റെ തീരുമാനം മാറി വന്നാൽ മതി. നിങ്ങൾ നാളെ അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കുടിച്ച വെള്ളം ഒറ്റ ഛർദിക്കല്, അല്ലെ നാളെ നേരം വെളുക്കുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടു, വെപ്രാളപ്പെട്ടുള്ള കുടുംബത്തിലെ ആരെങ്കിലും കൂട്ടി വിയാപ്ലനെയും കൂട്ടി ഇക്രോ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഒന്ന് തിരിച്ചു കിടത്തി മറിച്ചു കിടത്തി വീണ്ടും തിരിച്ചു കിടത്തി 4-5 തവണ വീണ്ടും വീണ്ടും സ്റ്റെതസ്കോപ്പ് വെച്ചു നോക്കുന്ന സെക്കൻഡ് മുതൽ നമ്മളെ ഉള്ളു പടയാൻ തുടങ്ങും, എന്തായിരിക്കും പടച്ചോനെ എന്ന്. അവസാനം ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് ഡോക്ടർ പറയാ, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ടെസ്റ്റിന് എഴുതുന്നുണ്ട്, അത് നിങ്ങൾ ഒന്നുകിൽ എറണാകുളത്ത് പോയി ചെയ്യണം, അല്ലെ കണ്ണൂർ പോയി ചെയ്യണം, അല്ലെ കോഴിക്കോടുള്ള അശ്വിനി പോയി ചെയ്യണം, ഈ ടെസ്റ്റ് അവിടെ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ടട്ടോ ഒരു സംശയം, ആ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ എന്ന് ഡോക്ടർ പറയുകയും ആ 3 രക്തത്തിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ള എഴുത്ത് നമ്മളെ കൈമത്തന്ന അവിടെ തീരും നിങ്ങളുടെ പവർ. അറിയുന്നത് വരെ നമ്മൾ കരയും, പിന്നെ മൊബൈലിൽ തോണ്ടാൻ നേരം കിട്ടൂല.
ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നമുക്ക് യൂട്യൂബും ഭയാനകമായിട്ട് തോന്നും. പിന്നെ നമ്മൾ അള്ളാന്റെ അരികിലേക്ക് ഇങ്ങനെ അടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പടച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂടുമെങ്കിൽ അള്ളാഹു പറയുന്നു, അള്ളാന്റെ ഹബീബ് പറയുന്നു, എപ്പോഴും നിങ്ങളുടെ ആസ്വാദനം നിലപ്പിച്ചു കളയുന്ന, നിങ്ങളെ ഒറ്റക്കാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കണം. ആ മരണചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നാണോ അന്നാണ് നമ്മളെ വിശ്വാസത്തെ ഏറ്റവും ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാം.